ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പണ്ട് ഗുരുവും ശിഷ്യനും. അപ്പോൾ ശിഷ്യന് ഈ ഗുരുവിന് ഒരു അത്ഭുതം ഇല്ല, അല്ലെങ്കിൽ ഒരു വലിയ അത്ഭുതം പ്രവർത്തിക്കാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞിട്ടാണ് ശിഷ്യനും ഗുരുവും തമ്മിൽ പിരിഞ്ഞത്. അങ്ങനെ 20 വർഷങ്ങൾക്ക് ശേഷം ആ ശിഷ്യന് തിരിച്ചു വന്നു. അതെങ്ങനെയാണ്? ഗുരു നോക്കുമ്പോൾ ശിഷ്യന് അതാ പുഴയുടെ മേലെ നടന്നു വരുന്നു. അപ്പോൾ ശിഷ്യന് വളരെ അഹങ്കാരത്തോടെ ഗുരുവിനോട് പറഞ്ഞു, ഞാൻ 20 വർഷം തപസ്സിരുന്നതിന്റെ സിദ്ധി മൂലം എനിക്കിപ്പോ പുഴയുടെ മേലെ കൂടിയൊക്കെ നടക്കാൻ പറ്റുന്നുണ്ട് എന്ന് ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു. അപ്പോ ഗുരു ചിരിച്ചിട്ട് ശിഷ്യനോട് പറഞ്ഞു, നീ 10 രൂപ കടത്തു വഞ്ചിക്കാരന് കൊടുത്തിട്ട് പുഴ കടക്കുന്നതിന് പകരം നീ 20 വർഷം തപസ്സിരുന്നിട്ട് കിട്ടിയ ഈ സിദ്ധി കൊണ്ട് എന്താണ് പ്രയോജനം? നമ്മുടെ ജീവിതത്തിന്റെ സമയവും കഴിവും ഒക്കെ നമ്മൾ ബിരുദങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സമയം അവിടെ സ്പെൻഡ് ആവുന്നുണ്ട്. അത്ഭുതം ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ മറ്റുള്ളവർക്ക് കാരുണ്യമായ പ്രവർത്തികൾ ചെയ്യുന്നത് ആണ് ഏറ്റവും നല്ല കാര്യം. നമ്മളെ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റും ദൈവങ്ങളും പല അത്ഭുതങ്ങളും ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു അത്ഭുതവും ഇതൊക്കെ തോന്നും മനസ്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ വലിയവനാണ്. അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ ഇതിന് പകരം നമ്മൾ ഒരു കാര്യം ഒരു പ്രവർത്തന മേഖലയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ അത് കാര്യക്ഷമമാകുമ്പോൾ ഉണ്ടാവുന്ന ആ സംതൃപ്തി അത് വളരെ വലുതാണ്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.